കൃഷ്ണശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ അകത്തേക്ക് വരുന്ന ശാരദാമ്മ മോളെന്നും പറഞ്ഞിങ്ങനെ ശ്യാമയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇത് രോഹിത് തന്നിട്ട് പോയതാണ് കുങ്കുമപ്പൂവ്, ദിവസവും കഴിച്ചാൽ വയറ്റുള്ള കുഞ്ഞിന് പിന്നെ നിറം വയ്ക്കും എന്നൊക്കെയാണ് പറയുന്നതെന്ന് ഇങ്ങനെ ശ്യാമ സങ്കടം ഉള്ളിലൊതുക്കിയാണ് പറയുന്നത്. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട്, പോട്ട് മോളെ അതൊക്കെ അങ്ങ് വിട്ടേക്കെന്ന് പറയുമ്പോൾ അമ്മ എന്താ കരുതിയത്, ഞാൻ കരയുകയാണെന്നോ? ഇപ്പോൾ അതൊന്നും എനിക്ക് സങ്കടമൊന്നുമില്ല. കുഞ്ഞേച്ചിയുടെ കുഞ്ഞിനെ തരാമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം എനിക്ക് ഉൾക്കൊള്ളാനൊന്നും കഴിഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും എനിക്ക് തരണം അമ്മ, എൻ്റെ ജീവനും ജീവിതവും ഒക്കെ ആ കുഞ്ഞാണ് എന്ന് പറയുമ്പോൾ ശാരദാമ്മയ്ക്കും സങ്കടം വരികയാണ്. തുടർന്ന് അമ്മയെന്നും പറഞ്ഞ് ശ്യാമയാണെങ്കിൽ ശാരദാമ്മയെ കെട്ടിപ്പിടിച്ചും കരയുകയാണ്. എന്നിട്ട് സമാധാനിക്കും മോളെ എന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മയും അങ്ങ് കരയുകയാണ്. തുടർന്ന് കുറേ നേരം ശ്യാമ അങ്ങനെ ശാരദാമ്മയും കെട്ടിപ്പിടിച്ചങ്ങ് കരയുകയാണ്. ഇതേ സമയം വിഷ്ണു ആണെങ്കിൽ ശാലിനിയും കൊണ്ട് ഇൻ്റർവ്യൂ നടക്കുന്ന ഓഫീസിലേക്ക് എത്തുന്നുണ്ട്. തുടർന്ന് വണ്ടി നിർത്തുമ്പോൾ ശാലിനിക്കാണെങ്കിൽ തല കറങ്ങുകയൊക്കെ ചെയ്യുകയാണ്, കണ്ണിലേക്ക് ഇങ്ങനെ കൈയൊക്കെ വെക്കുന്നുണ്ട്. അന്നേരം എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് ആദ്യം ശാലിനി പറയുന്നുണ്ട്. അന്നേരം എന്താടോ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തല ചുറ്റുന്നു എന്നൊക്കെ പറയുമ്പോൾ താൻ എന്താ ഇങ്ങനെ, താൻ എന്താ ഒന്നും കഴിച്ചില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം ചായ കുടിച്ചു എന്ന് പറയുമ്പോൾ ചായ മാത്രമാണോ കുടിച്ചതെന്ന് പറഞ്ഞ് വിഷ്ണു ആദ്യം ദേഷ്യപ്പെടുകയാണ്. അന്നേരം ശാലിനി പേടിച്ചു പോകുന്നുണ്ട്. തുടർന്നാണ് വിഷ്ണുവിന് പരിസരം ബോധം വരുന്നത് പുറത്താണ് എന്നുള്ളത്. തുടർന്ന് സത്യം പറ, തൻ്റെ നിരാഹാരം തുടങ്ങിയിട്ട് എത്ര ദിവസമായി എന്ന് പറയുമ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ ടെൻഷൻ ഉണ്ടായിരുന്നു വിഷ്ണു ഏട്ടാ, ഞാൻ ഇന്നലെ രാത്രി ആഹാരം കഴിച്ചതാണ്, പിന്നെ ഇന്ന് ചായ മാത്രമേ കുടിച്ചുള്ളൂ, പിന്നെ വിഷ്ണുവേട്ടൻ അടുത്തില്ല എന്നിങ്ങനെ പറയുമ്പോൾ എടോ ഞാൻ എപ്പോഴും തൻ്റെ കൂടെ തന്നെ ഇല്ലേ, പിന്നെ എന്തിനാ എങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, ഞാൻ പോയി ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് വരാമെന്നും പറഞ്ഞ് വിഷ്ണു ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ശാലിനി ഇങ്ങനെ കൈ കയറി പിടിക്കുന്നുണ്ട്. വേണ്ട വിഷ്ണു ഏട്ടാ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇൻ്റർവ്യൂവിന് സമയം, ഇൻ്റർവ്യൂ അല്ലേ പ്രധാനം എന്ന് പറയുമ്പോൾ ഇൻ്റർവ്യൂ അല്ല പ്രധാനം, ആരോഗ്യം തന്നെയാണ് പ്രധാനം എന്ന് പറഞ്ഞ് വീണ്ടും വിഷ്ണു വഴക്ക് പറഞ്ഞിട്ട് വാച്ച് നോക്കിയിട്ട് സമയം ഇഷ്ടം പോലെ ഉണ്ട്, ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് ഇങ്ങനെ ചിരിച്ച് പറയുന്നുണ്ട്. തുടർന്ന് വിഷ്ണു ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് ഭക്ഷണം വാങ്ങാനായിട്ട് പോവുകയാണ്. തുടർന്ന് ശാലിനിയാണെങ്കിൽ തലവേദന കാരണം സീറ്റിലിരുന്നങ്ങ് മയങ്ങി പോവുകയാണ്. അതേസമയം വിഷ്ണു ആണെങ്കിൽ ഭക്ഷണം വാങ്ങിച്ച് ഇങ്ങനെ റോഡിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ ശ്യാമയെ കൊണ്ടാക്കിയിട്ട് രോഹിത്തും സത്യഭാമയും കൂടി തിരികെ വരികയാണ്. അന്നേരം സത്യഭാമ ഒന്നല്ലാതെ വിഷ്ണു ഇങ്ങനെ റോഡിലൂടെ നടന്നു പോകുന്ന കാണുമ്പോൾ രോഹിത്തിനോട് വണ്ടി നിർത്താൻ പറയുകയാണ്. അന്നേരം അത് ആരാണെന്ന് നോക്കിയെന്ന് പറയുമ്പോൾ അത് വിഷ്ണു ബ്രോ അല്ലേ എന്നിങ്ങനെ രോഹിത്ത് ചിന്തിക്കുകയാണ്. അന്നേരം ആ വണ്ടി ബാക്ക് എടുത്തിട്ട് വിഷ്ണുവിൻ്റെ പുറകെ വിടാനായിട്ട് പറയുകയാണ്. അന്നേരം രോഹിത്തൊന്ന് പരുങ്ങുകയാണ്, ഈശ്വര പുലിവാലാകുമോ, സത്യഭാമ പറഞ്ഞ് അനുസരിക്കാനും പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വിഷ്ണുവിൻ്റെ പുറകെ വണ്ടി വിടുന്നുണ്ട്. അതേസമയം വിഷ്ണു ആണെങ്കിൽ അവർ വരുന്നത് കാണുന്നില്ല. ഭക്ഷണവും കൊണ്ടുവന്നിട്ട് ശാലിനിയുടെ സീറ്റിനടുത്തേക്ക് ചെന്ന് ഡോറ് തുറക്കാനായിട്ട് ഇങ്ങനെ വരുമ്പോഴാണ് സത്യഭാമയുടെ വണ്ടി അവിടെ ആ ഓഫീസിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത്. അന്നേരം അയ്യോ അമ്മ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഡോറങ്ങ് അടയ്ക്കുകയാണ്. പക്ഷേ ശാലിനി ആണെങ്കിൽ മയങ്ങുകയാണ്, ഇതൊന്നും അറിയുന്നില്ല. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ വണ്ടിയിൽ അവിടെ നിന്ന് മാറി ആ ഓഫീസിൻ്റെ ഫ്രണ്ടിലോട്ട് വരികയാണ്. അതേസമയം സത്യഭാമയും രോഹിത്തും കൂടി അവിടേക്ക് വരുന്നുണ്ട്. അന്നേരം ശാലിനിയെ സത്യഭാമ കാണാതിരിക്കാൻ വേണ്ടി വിഷ്ണു ആണെങ്കിൽ ഇങ്ങോട്ട് നിന്നേ അമ്മ എന്നും പറഞ്ഞ് സത്യഭാമയെ പിടിച്ച് വിഷ്ണുവിനെ നേരെ നിർത്തുകയാണ്. അപ്പം വിഷ്ണുവിനെ നേരെ നോക്കുമ്പോൾ ശാലിനിയെ കാണാം വണ്ടിയിലിരിക്കുന്ന. തുടർന്ന് അല്ല അമ്മ എന്താ ഇവിടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അല്ല നിനക്ക് ഹോട്ടലിൽ എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു പോയതല്ലേ, നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു ആകെ അങ്ങ് തപ്പുകയാണ്. വിഷ്ണു കൂടെ ഇങ്ങനെ ശാലിനിയെ നോക്കുന്നുണ്ട്, എന്ത് പറയണമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ കണ്ണ് ഇങ്ങനെ പോകുന്നത് രോഹിത്ത് നോക്കുകയാണ്. അന്നേരം രോഹിത്ത് ആ സൈഡ് ഗ്ലാസ്സിലൂടെ ശാലിനിയെ സീറ്റിൽ ഇങ്ങനെ ഇരുന്ന് മയങ്ങുന്ന കാണുകയാണ്. അന്നേരം രോഹിത്തിനും വെപ്രാളം വരികയാണ്, എന്ത് ചെയ്യും എന്നുള്ളൊരു ഉദ്ദേശത്തിൽ എന്താടാ എന്നിങ്ങനെ സത്യഭാമ ചോദിക്കുമ്പോൾ അത് വിഷ്ണു ബ്രോ വണ്ടി കേടായി അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം അത് തന്നെ വണ്ടി കേടായി എന്ന് വിഷ്ണുവും ചേർത്ത് പറയുന്നുണ്ട്. അന്നേരം വണ്ടി കേടായെങ്കിൽ പിന്നെ നിനക്ക് വിളിച്ചുകൂടായിരുന്നോ, വിളിച്ചെങ്കിൽ പിന്നെ ഞങ്ങൾ ആരെങ്കിലും വരുമായിരുന്നല്ലോ ചോദിക്കുമ്പോഴും വിഷ്ണു അങ്ങ് തപ്പുകയാണ്. അന്നേരം രോഹിത്ത് പറയുകയാണ്, ഫോണിലെ ചാർജ് തീർന്നു പോയല്ലേ എന്ന് പറയുമ്പോൾ ഈ രണ്ടുപേരുടെയും സംഭാഷണവും വിരളിയൊക്കെ കണ്ടിട്ട് സത്യഭാമ വായും തുറന്ന് നിൽക്കുകയാണ്. അപ്പോൾ സത്യഭാമ ചോദിക്കുന്നുണ്ട്, അതിന് ആദ്യമേ പറയുന്നുണ്ട് ഫോണിൽ ചാർജ് തീർന്നു പോയി എന്ന് വിളിക്കാനായിട്ട്. അപ്പം സത്യഭാമ ഇപ്പോൾ ചോദിക്കുമ്പോൾ ചാർജ് തീർന്നു പോയി അല്ലേ എന്നിങ്ങനെ രോഹിത്ത് ചോദിക്കുമ്പോൾ വിഷ്ണു സമ്മതിക്കുകയാണ്. തുടർന്ന് മെക്കാനിക്കിനെ വിളിച്ചോ, വണ്ടി ശരിയാക്കാനായിട്ട് മെക്കാനിക്കിനെ വിളിച്ചോ എന്ന് നോക്കുമ്പോൾ വിളിച്ചു എന്ന് വിഷ്ണു ഇങ്ങനെ പെട്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സത്യഭാമ ചോദിക്കുകയാണ്, ഫോണിലെ ചാർജ് തീർന്നു പോയെന്നല്ലേ നീ പറഞ്ഞത്, അപ്പോൾ പിന്നെ എങ്ങനെ മെക്കാനിക്കിനെ വിളിച്ചു എന്ന് ചോദിക്കുമ്പോൾ അത് ശരിയാണ്, എങ്ങനെ വിളിച്ചു എന്നും പറഞ്ഞ് വീണ്ടും വിഷ്ണു നിൽക്കുകയാണ്. തുടർന്ന് രോഹിത്ത് പറയുകയാണ്, അത് മെക്കാനിക്കിനെ വിളിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ചാർജ് തീർന്നത് അല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴും അതെ വിളിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ചാർജ് തീർന്നതെന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. തുടർന്ന് സത്യഭാമ ചോദിക്കുകയാണ്, എന്താടാ അവൻ
ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ അവനോടല്ലേ ചോദിക്കുന്നത്, അവൻ പറയേണ്ട മറുപടി എല്ലാം നീയാണോ പറയുന്നത്, നിന്റെ തലയ്ക്ക് എന്താ, നിനക്ക് എന്താ പിരി ലൂസായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ രോഹിത് ഇങ്ങനെ കണ്ണും തള്ളിയൊക്കെ നിൽക്കുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ കണ്ണു കാണിച്ചിട്ട് പറയുകയാണ്, ഓവറാക്കി ചളമാക്കല്ലേ രോഹിത്തെ എന്നിങ്ങനെ പയ്യെ പറയുന്നുണ്ട്. തുടർന്ന് വിഷ്ണുവിനോട് രോഹിത്തിനോട് സത്യഭാമ ചോദിക്കുന്നുണ്ട്, ഇവൻ്റെ വണ്ടി കേടായെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി എന്ന്. അന്നേരം ഞാനല്ലേ അമ്പലത്തിലേക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് വന്നത്, അപ്പോഴേ എനിക്കൊരു പ്രശ്നം ഫീൽ ചെയ്തതാണ്, അപ്പോഴേ എനിക്ക് അറിയാമായിരുന്നു കേടാവുമെന്ന്. പിന്നെ സത്യാമ്മയോട് ഞാനൊരു സത്യം പറയട്ടെ, ഈ വണ്ടിക്ക് ഭയങ്കര കുഴപ്പമാണ്, അതിനെന്തോ പ്രശ്നമുണ്ട്, അതിലുള്ള രഹസ്യം നമ്മൾ അറിഞ്ഞാൽ വലിയ വില കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ സത്യഭാമ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. തുടർന്ന് രോഹിത് അങ്ങ് പറയുന്നുണ്ട്, സത്യാമ്മ ഇങ്ങോട്ട് വന്നാട്ടെ, നമുക്ക് പോകാം എന്ന് പറയുമ്പോൾ വിഷ്ണു പറയുകയാണ്, അതെ ശരിയമ്മേ, വലിയ വില കൊടുക്കേണ്ടി വരും, ശരിയാ അത് സത്യ അമ്മ എന്നിങ്ങനെ പറയുമ്പോൾ സത്യാമ്മയോ എന്നിങ്ങനെ സത്യഭാമ ചോദിക്കുകയാണ്. അത് സത്യാമ്മയെന്നല്ല, സത്യമാ അമ്മേ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന്. വിഷ്ണു ആണെങ്കിൽ ആകെ വിരൽ പിടിച്ച് വെപ്രാളപ്പെട്ട് നിൽക്കുകയാണ്, ശാലിനിയെ സത്യഭാമ കാണുമോ എന്നുള്ള ഉദ്ദേശത്തിൽ. അതിനേക്കാൾ വെപ്രാളമാണ് ഇപ്പോൾ രോഹിത്തിൻ്റേത്. തുടർന്ന് രോഹിത് പറയുകയാണ്, സത്യാമ്മ ഇങ്ങോട്ട് വന്നാട്ടെ, നമുക്ക് പോവാം, ഇനി അവരായി അവരുടെ പാടായി എന്നും പറഞ്ഞിങ്ങനെ സത്യഭാമ വിളിക്കുകയാണ്. അന്നേരം ഭാമ ചോദിക്കുന്നുണ്ട്, അവരോ, ആരാ അവർ എന്നിങ്ങനെ ചോദിച്ച് വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കിയാണ്. അന്നേരം വിഷ്ണുവും പറയുകയാണ്, അവരോ എന്നും പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോൾ അത് മെക്കാനിക്കും വിഷ്ണുവും ബ്രോയും എന്നിങ്ങനെ വീണ്ടും രോഹിത്തു തന്നെ മറുപടി പറയുന്നുണ്ട്. വിഷ്ണുവിന് ഒന്നും പറയാൻ പറ്റുന്നില്ല, ശബ്ദം വെളിയിലോട്ട് പോലും വരുന്നില്ല, എല്ലാം അവിടെ പറഞ്ഞൊപ്പിക്കുന്നത് രോഹിത്ത് തന്നെയാണ്. അന്നേരമാണ് വിഷ്ണുവിൻ്റെ കയ്യിലിരിക്കുന്ന ആ കവർ സത്യഭാമ ശ്രദ്ധിക്കുന്നത്. ഇതെന്താടാന്നും പറഞ്ഞ് ഇങ്ങനെ പിടിച്ചു നോക്കുകയാണ്. അന്നേരം അതമ്മ എനിക്കുള്ളതാണ്, വിശന്നിട്ട എന്ന് പറയുമ്പോൾ ഇവൻ്റെ ഒരു കാര്യം, നിനക്കിത് ഹോട്ടലിലിരുന്ന് കഴിച്ചുകൂടെ, എന്തിനാ ഇങ്ങനെ പാഴ്സലൊക്കെ വാങ്ങി നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ രോഹിത്തിന് എന്ത് പറയുമെന്ന് പറഞ്ഞ് നോക്കുകയാണ്. അന്നേരം രോഹിത്ത് തന്നെയാണ് മറുപടി പറയുന്നത്, അതിനും കാരണം മെക്കാനിക്ക് തന്നെയാണ് സത്യാമ്മ. ഇവിടെ വണ്ടി റിപ്പയറായ മെക്കാനിക്ക് വരുമ്പോൾ വണ്ടി കാണിച്ചു കൊടുക്കാനും പ്രോബ്ലം പറയാനും ഒക്കെ ആൾ വേണ്ടേ, അതുകൊണ്ടാണ് വിഷ്ണു ബ്രോ വണ്ടിയിലിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചതെന്ന് പറയുമ്പോൾ സത്യഭാമ അങ്ങ് ചിരിക്കുകയാണ്. ഇവൻ്റെ എല്ലാ കാര്യവും നിനക്കറിയാമല്ലോ, നിന്നെ മകനായി കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ് എന്നിങ്ങനെ പറയുമ്പോൾ താങ്ക് യു എന്നൊക്കെ രോഹിത്തും എൻ്റെയും ഭാഗ്യം എന്നൊക്കെ പറയുകയാണ്. തുടർന്നും പിന്നെ നമുക്ക് പെട്ടെന്ന് പോയി കളയാം, വാ എന്നിങ്ങനെ രോഹിത്ത് വിളിക്കുമ്പോൾ നമുക്കിപ്പോൾ അവിടെ പോയിട്ട് എന്താ അത്യാവശ്യം ചോദിക്കുകയാണ്. അന്നേരം രോഹിത്ത് പറയുന്നുണ്ട്, അല്ലെങ്കിൽ സത്യാമ്മ ഇപ്പോൾ പറഞ്ഞതൊക്കെ ബ്രോയെക്കുറിച്ച്, ബ്രോയുടെ കാര്യങ്ങളെല്ലാം എനിക്ക് അറിയാമെന്ന് പറഞ്ഞില്ലേ, അത് തിരുത്തി പറയേണ്ടി വരുമെന്ന്. അന്നേരം അതെന്താടാ എന്നിങ്ങനെ സത്യഭാമ ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണു ഒന്ന് പരുങ്ങിയാണ്, അവൻ ഓവറാക്കി ചളമാക്കും എന്നുള്ള ഉദ്ദേശത്തിൽ. അന്നേരം രോഹിത്ത് തന്നെ മറുപടി പറയുന്നുണ്ട്, അതല്ല സത്യാമ്മേ, ഇനി ചിലപ്പം ബ്രോ എന്താണ് പറയുന്നതെന്ന് ചിലപ്പോൾ എനിക്ക് അറിയാൻ പറ്റിയില്ലെങ്കിലോ, അപ്പോൾ പിന്നെ ഞാൻ പറയുന്ന തെറ്റിപ്പോവില്ലേ, അപ്പോൾ സത്യാമ്മയുടെ ധാരണയൊക്കെ മാറില്ലേ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഇവൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം വേഗം കഴിച്ചോ, നമ്മൾ പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് സത്യഭാമ രോഹിത്തിൻ്റെ കൂടെ പോവുകയാണ്. അന്നേരം വേഗം വിളിച്ചുകൊണ്ട് പോടാന്നൊക്കെ വിഷ്ണു ആണെങ്കിൽ ഇങ്ങനെ കൈയൊക്കെ കാണിക്കുകയാണ്. തുടർന്ന് സത്യഭാമ അങ്ങ് വണ്ടിയിലോട്ട് കയറാൻ പോകുമ്പോൾ ശാലിനി അങ്ങോട്ട് മയക്കം മാറുകയാണ്. ഡോറ് തുറന്നങ്ങോട്ട് ഇറങ്ങാൻ പോകുമ്പോൾ വിഷ്ണു ഓടി ചെന്ന് ആ ഡോറങ്ങ് ചേർത്ത് അടയ്ക്കുകയാണ്. ഇറങ്ങല്ലേ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഇങ്ങനെ ഡോറ് ചാരി ഇന്ന് സത്യഭാമയുടെ വണ്ടി പോകുന്ന നോക്കുകയാണ്. അന്നേരം എന്താന്നിങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ അമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ശാലിനി നോക്കുമ്പോൾ ആരെയും കാണാനായിട്ട് കഴിയുന്നില്ല. തുടർന്ന് അവർ വണ്ടി എടുത്തങ്ങ് പോകുന്നുണ്ട്. തുടർന്ന് വണ്ടി ഓടിച്ചു പോകുന്ന രോഹിത് പറയുന്നുണ്ട്, മെക്കാനിക്ക് കാരണം ഇന്നത്തെ ദിവസം രക്ഷപ്പെട്ടു എന്ന്. അന്നേരം എന്താടാ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴാണ് പെട്ടെന്ന് സത്യാമ്മ അടുത്തുണ്ട് എന്ന് രോഹിത്തിന് ബോധ്യമാകുന്നത്. അതല്ല സത്യാമ്മ, ഈ മെക്കാനിക്ക് ഇല്ലായിരുന്നെങ്കിൽ ഈ വണ്ടിയൊക്കെ എങ്ങനെ കൊണ്ടു കിടക്കുമെന്ന് ഞാൻ ആലോചിച്ചതാണെന്ന് ഇങ്ങനെ സ്റ്റിയറിംഗ് തട്ടി പറയുകയാണ്. അന്നേരം അവൻ്റെ ഒരു കാര്യം, ഇന്നത്തെ ദിവസം നീ ഇനി മെക്കാനിക്ക് എന്ന് മിണ്ടിപ്പോയാലും നിന്റെ തല ഞാൻ അഴിച്ചു പണിയുമെന്ന് പറഞ്ഞ് തലക്കിട്ടൊരു കൊട്ടു കൊടുക്കുകയാണ്. അതൊരു സ്നേഹത്തോടെ തന്നെയാണ്. തുടർന്ന് വിഷ്ണു അല്ല രോഹിത്താണെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ വണ്ടി ഓടിക്കുകയാണ്. സത്യാമ്മ ഇങ്ങനെ സ്നേഹത്തോടെ രോഹിത്തിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേസമയം വിഷ്ണു ആണെങ്കിൽ കൊണ്ടുവന്ന ബിരിയാണി കവറൊക്കെ പൊട്ടിച്ച് ശാലിനിക്ക് നേരെ നീട്ടുകയാണ്. അതായത് ബിരിയാണിയാണ്, നല്ല മണം എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഞാൻ വാരി തരാമെന്നും പറഞ്ഞിട്ട് ശാലിനിക്ക് വാരി കൊടുക്കുകയാണ്. തുടർന്ന് കുറേ കഴിച്ചതിന് ശേഷം മതി വിഷ്ണു കേട്ടാന്നൊക്കെ പറയുമ്പോൾ അവരിങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം പറയാനുള്ളതാണ്. എൻ്റെ ശാലിനിക്കുട്ടി അങ്ങോട്ട് കഴിക്കുമെന്നും പറഞ്ഞ് വിഷ്ണു വീണ്ടും ശാലിനിക്ക് അങ്ങ് വാരി കൊടുക്കുകയാണ്. ഒരു സ്നേഹത്തോട് കഴിക്കുന്നതും ഒക്കെ ഒരു പാട്ട് സീനിലൂടെ കാണിക്കുന്നുണ്ട്. തുടർന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ശാലിനി ആണെങ്കിൽ പിന്നെയും ടെൻഷനിലാണ്. സത്യാമ്മയ്ക്ക് കളക്ടർ ആവില്ല എന്ന വാക്ക് കൊടുത്തതൊക്കെ ഓർക്കുമ്പോൾ ശാലിനിക്ക് അങ്ങ് ടെൻഷൻ ആവുന്നുണ്ട്. തുടർന്ന് വിഷ്ണുവോട് പറയുന്നുണ്ട്, വിഷ്ണു ഏട്ടാ, ഞാൻ ഈ ചെയ്യുന്നത് ചതിയല്ലേ, ഞാൻ സത്യാമ്മയ്ക്ക് വാക്ക് കൊടുത്തതല്ലേ, കളക്ടർ ആവില്ല, മോഹം ഉപേക്ഷിച്ചു എന്നുള്ളതൊക്കെ. പിന്നീട് ഒളിച്ചു വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് എന്നെ കൊണ്ട് പറ്റില്ല, നമുക്ക് തിരിച്ചു പോകാം എന്നിങ്ങനെ പറഞ്ഞ് ശാലിനി ഇങ്ങനെ മാറുമ്പോൾ ശാലിനി എന്നും പറഞ്ഞ് വിഷ്ണുവിനെ കൈ കയറി പിടിക്കുകയാണ്. ആ സമയത്ത് തന്നെ ഒരു പെൺകുട്ടി വരികയാണ്. ചേട്ടാ, അല്ല ചേച്ചി, വല്ലതും തരണേ,
വിശന്നിട്ടാണ് എന്നും പറഞ്ഞാൽ കുട്ടി ഇങ്ങനെ കൈ നീട്ടുകയാണ്. അന്നേരം വിഷ്ണുവും ശാലിനിയും കൂടെ കുട്ടിയെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഒരു പെൺകുട്ടിയാണ്. അന്നേരം ശാലിനിയാണെങ്കിൽ തൻ്റെ ബാഗിൽ നിന്നും ഒരു 100 രൂപ എടുത്തിട്ട് കുട്ടിയുടെ നേരെ നീട്ടുകയാണ്. അന്നേരം ശാലിനി വേണ്ട എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ദേഷ്യത്തോടെയാണ് പറയുന്നത്. അന്നേരം വിശന്നിട്ടല്ലേ, കുട്ടി ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും നീട്ടുമ്പോൾ വേണ്ട എന്നും പറഞ്ഞിങ്ങനെ വിഷ്ണു അങ്ങ് അലറുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്, താൻ ഈ കുട്ടിക്ക് എത്ര നാൾ ഭക്ഷണം കൊടുക്കാനൊക്കെ, ഈ 100 രൂപ കൊണ്ട് അത് എത്ര നേരം, 1 നേരമോ 2 നേരമോ ഒക്കെ ഭക്ഷണം കഴിക്കും, പിന്നീട് എന്ത് ചെയ്യും? പിന്നീട് ഭക്ഷണം വേണമെങ്കിൽ പണം വേണമെങ്കിൽ ജോലി ചെയ്യണം, അധ്വാനിക്കണം. ഈ അശരണായ ഈ കുട്ടിക്ക് ശാരദാമ്മയെ പോലുള്ളൊരു അമ്മ ഉണ്ടായിരുന്നു എങ്കിൽ ഈ കുട്ടിയും നാളെ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ഉണ്ടാകും. അപ്പോൾ തനിക്ക് ഇവിടെ ഒരു ചാൻസ് കിട്ടിയിരിക്കുന്നത് ആർക്കും കിട്ടാത്തൊരു ചാൻസാണ്. ഇങ്ങനെയുള്ള കുട്ടികളുടെ കണ്ണീരൊപ്പാനും ഒക്കെ തനിക്ക് സാധിക്കും. പക്ഷെ താൻ എന്താണ് ചെയ്യുന്നത്? തനിക്ക് തൻ്റെ ആഗ്രഹങ്ങൾ മാത്രം മതി, വീടും കുടുംബവും ഒക്കെ നന്നായിരിക്കണം, ബാക്കിയുള്ളവർക്കൊക്കെ ഉരുൾപൊട്ടല്ലോ മലവെള്ള പലിച്ചില്ലോ ഒക്കെ ഒലിച്ചു പോട്ടെ, തനിക്കൊരു പ്രശ്നവുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു ആകെ വികാരത്തിനായിട്ട് സംസാരിക്കുമ്പോൾ ശാലിനിക്ക് മനസ്സിലാവുകയാണ് താൻ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കണം എന്നതിനെക്കുറിച്ചൊക്കെയാണ് വിഷ്ണു പറയുന്നതെന്ന് ശാലിനിക്ക് ബോധ്യപ്പെടുകയാണ്. തുടർന്ന് ശാലിനിയാണെങ്കിൽ ആ കുട്ടിയുടെ കയ്യിലേക്ക് ഇങ്ങനെ വീണ്ടും വെച്ചു കൊടുക്കുകയാണ്. മോള് വെച്ചോ എന്നിങ്ങനെ പറയുമ്പോഴും വിഷ്ണുവിനെ ഇങ്ങനെ നോക്കുകയാണ് ആ കുട്ടി. അന്നേരം ശാലിനി പറയുന്നുണ്ട് ചേട്ടൻ ഒന്നും പറയില്ല, മോള് വാങ്ങിച്ചോ എന്ന് പറയുമ്പോൾ വീണ്ടും ആ കുട്ടി ഇങ്ങനെ വിഷ്ണുവിനെ നോക്കുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ ചിരിച്ചിട്ട് വാങ്ങിച്ചോളാനായിട്ട് ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുകയാണ്. തുടർന്ന് ആ കുട്ടി പൈസ വാങ്ങിയതിന് ശേഷം ശാലിനിയുടെ കവിളിലേക്ക് ഒരു ഉമ്മയും കൊടുക്കുകയാണ്. അന്നേരം ശാലിനി അങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ട്, വിഷ്ണു അങ്ങ് ഇങ്ങനെ നോക്കി ചിരിക്കുകയാണ്. തുടർന്ന് ശാലിനിയാണെങ്കിൽ വീണ്ടും ആ കുട്ടി ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അതിൻ്റെ 2 കവിളിലേക്ക് ഓരോ ഉമ്മ കൊടുത്തിട്ട് പറയുകയാണ്, സോറി മോളെ, ഒരു നിമിഷം മോളെ മറന്നതിന് എന്ന് പറയുമ്പോൾ ഞാൻ പൊയ്ക്കോട്ടെ ചേച്ചി എന്ന് ചോദിച്ച് ആ കുട്ടി അങ്ങ് ഓടിപ്പോവുകയാണ്. തുടർന്ന് നോക്കുമ്പോൾ വിഷ്ണു അങ്ങ് ആകെ ദേഷ്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അന്നേരം ശാലിനിയാണെങ്കിൽ വിഷ്ണുവിനോട് പറയുകയാണ്, ഇനി ഈ ശാലിനിക്ക് ഇടർച്ച ഉണ്ടാവില്ല വിഷ്ണുവേട്ട, അശരണർക്കും പിന്നെ ദുരിതം അനുഭവിക്കുന്നവരും ഒക്കെ കണ്ണീരൊപ്പാനായിട്ട് ഈ ശാലിനി ഉണ്ടാകും, ശാലിനി വിഷ്ണു IAS എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വിഷ്ണുവിന് ആകെ അങ്ങ് സന്തോഷമാവുകയാണ്. തുടർന്ന് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാനായിട്ട് ശാലിനി പോവുകയാണ്. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.